നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വാഗതം. ഒരു കാലത്ത് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യരായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എവിടെ പോയാലും മാധ്യമപ്രവർത്തകർക്ക് അടി കിട്ടുകയാണ്. അതായത് എഴുതുന്നവർ അക്ഷരത്തിന്റെ എഴുതുന്നവരെന്ന പരിഗണന നമുക്ക് കിട്ടിയിരുന്നു, മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയിരുന്നു. മാത്രമല്ല, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുകയും കുറച്ചുകൂടി ഗൗരവത്തോടെ കാര്യങ്ങൾ കാണുകയും യഥാർത്ഥ സംഭവങ്ങൾ അറിയാൻ വേണ്ടി, ഇപ്പോഴും രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചിലർ നമ്മളെയൊക്കെ ഇടയ്ക്ക് വിളിക്കാറില്ലേ, എങ്ങനെയാണ് എന്താണെന്ന്. അപ്പൊ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് സമൂഹത്തിൽ മാധ്യമപ്രവർത്തകർ അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്നലെ തൃശ്ശൂർ പൂരം നടക്കുന്നിടത്ത് പോലീസിന്റെ സംരക്ഷണം വേണം എന്ന്, മാധ്യമപ്രവർത്തകർക്ക് പോലീസിന്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനേക്ക് ഇൻഫോം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഈ മാധ്യമപ്രവർത്തനം പോലീസ് അകമ്പടിയോടെ നടത്തേണ്ടതാണോ? അങ്ങനെ എത്ര കാലം നടത്താൻ കഴിയും? ശ്രീല, അത് തൃശ്ശൂർ പൂരത്തിന് ആ ഒരു വിഷയം പറയുകയാണെങ്കിൽ മാധ്യമ റിപ്പോർട്ടുകൾ, അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിലും പറഞ്ഞിരുന്നു, തൃശ്ശൂർ പൂരം അടുക്കുമ്പോൾ പൂരം പ്രേമികൾ എന്ന് പറഞ്ഞിട്ട് പൂരം കലക്കാനൊരു ടീം ഇറങ്ങും. പൂരം കലക്കികൾ എന്നാണ് ശരിക്കും അവരെ വിളിക്കേണ്ടത്. ഇവിടെയും അതുപോലെ പൂരം പ്രേമികൾ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. തൃശ്ശൂർ പ്രസ് ക്ലബ്, തൃശ്ശൂർ യൂണിയൻ, അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ ഒരു ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും അതൊരു ഗുഡ് ഇന്റൻഷൻ ആയിട്ട് എനിക്ക് തോന്നി. കാരണം എല്ലാ മാധ്യമപ്രവർത്തകർക്കും വേണ്ടിയിട്ട് ഒരാളെ ഇപ്പം അറിയാലോ, 3 വനിതാ മാധ്യമപ്രവർത്തകരെ സൈബർ ആക്രമണത്തിന് വിധേയരാകുമ്പോൾ അതിൽ ഒരാൾക്ക് വേണ്ടി വാദിക്കുന്ന. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ശരിക്കും അവർ പറയുന്നത്, കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോട് നടന്ന വെടിയപ്പുപുരയിലെ അപകടവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഭീഷണി, അപവാദ പ്രചരണങ്ങൾ എല്ലാം ഉണ്ടുന്നുണ്ട്. വാർത്താ ചാനലുകളെയും മാധ്യമപ്രവർത്തകരെയും അധിക്ഷേപിക്കുകയും അവർക്കെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൂരപ്രേമികൾ എന്ന പേരിലാണ് പല സോഷ്യൽ മീഡിയയിലും ഇവരുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ പ്രസ് ക്ലബ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പൂരം നടക്കുന്ന ആ വേദിയിലേക്ക് മാധ്യമപ്രവർത്തകർ വരുമ്പോൾ അവർക്കെതിരെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മറ്റൊരു മുന്നറിയിപ്പാണ്. കഴിഞ്ഞ തവണ ഓർമ്മയുണ്ടല്ലോ, പൂരം കലക്കി എന്ന് പറഞ്ഞ സുരേഷ് ഗോപി പൂരം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അത് പത്രക്കാരതിന് മുൻപേ അന്നും ഇതേ കർമ്മ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. സുരേഷ് ഗോപിയെ പൂരം കലക്കി എന്ന് വിളിക്കുകയും സുരേഷ് ഗോപിയെ വേട്ടയാടുകയും ചെയ്തവർ പോലീസിന്റെ സംരക്ഷണം നേടി പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ അവരെ പൂരം കലക്കികളെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷെ അത് ശരിയല്ല. മാധ്യമപ്രവർത്തകർ അതില് 1-2 പുഴുക്കുത്തുണ്ടെങ്കിലും മറ്റെല്ലാ പൂരം ഒരു സ്പിരിറ്റോടെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്? അന്ന് ഇതേപോലെ കഴിഞ്ഞ തവണ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും ഇങ്ങനെയുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു BJPക്ക് ഒരു മേൽക്കൈ കിട്ടുന്നതോ അല്ലെ BJP കുറച്ചുകൂടി സജീവമാകുന്നത്. അപ്പോൾ ആ സജീവമാകുമ്പോൾ പിന്നിൽ നിന്ന് ഏതോ ഒരു നറേറ്റീവ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നിരന്തരമായി മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ആരെയും അധിക്ഷേപിക്കലില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പിണറായി വിജയനെ ഒരിക്കലും മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പിണറായി വിജയൻ എൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പിണറായി വിജയൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ആളാണ്. പിണറായി വിജയൻ്റെ സ്വഭാവത്തോട് എതിർപ്പുള്ള ആളാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന, ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയോടൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അദ്ദേഹം എന്നല്ലാതെ അനാവശ്യമായ ഒരു തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനോ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അതെ, അങ്ങനെയാണ്. അതൊരു ബഹുമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഒരു നമ്മുടെ രാഷ്ട്രീയത്തിന് ഇഷ്ടമല്ല എന്നുള്ളത്, നമ്മുടെ രാഷ്ട്രീയവുമായി യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ആരെയും എന്തും പറയാം എന്നൊരു ധാരണ ജനങ്ങളിടയിലുണ്ട്. നമുക്ക് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഡിഫറൻ്റ് ആണ്. മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവരുതെന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പലപ്പോഴും നമ്മൾ മാധ്യമപ്രവർത്തനം പഠിക്കുമ്പോൾ പറയാറുണ്ട്, കളത്തിലിറങ്ങി കളിക്കരുത്, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുകയും ചെയ്യാവുന്നു. എന്നാൽ ഇന്ന് എല്ലാവരും ഗ്യാലറിയിൽ ഇറങ്ങി കളി കാണുന്നവരെ, ഗ്യാലറിയിൽ ഇറങ്ങി കൂടെ കളിക്കുന്നവരായി മാറിയിരിക്കുന്നു രാഷ്ട്രീയ രംഗത്ത്. അത് വലിയ പത്രപ്രവർത്തനത്തിൻ്റെ തന്നെ ആ ഒരു എത്തിക്സിനെ, ഒരു മൊറലിനെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അക്കാര്യത്തിലൊരു സംശയമില്ല. ഇപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു വിഭാഗത്തെ, അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയും ന്യൂനപക്ഷങ്ങൾക്കാണ് പ്രശ്നമെന്ന്. ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഭൂരിപക്ഷമാണ്. സത്യത്തിൽ എനിക്ക് അവിടെയും എതിരഭിപ്രായമുണ്ട്. അവർക്ക് സംവരണമല്ല കൊടുക്കേണ്ട, സംരക്ഷണമാണ് എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം 3 വിഭാഗങ്ങൾ. അതിൽ ഹിന്ദു വിളിക്കുന്നത് ഹിന്ദുവിൻ്റെ ദൈവങ്ങളെയും, ക്രിസ്ത്യാനി വിളിക്കുന്നത് ക്രിസ്തുവിനെയും, മുസ്ലിങ്ങൾ വിളിക്കുന്നത് അള്ളായെയുമാണ്. ഈ അള്ളായെയും അതുപോലെ തന്നെ ഹിന്ദു ഭൂരിപക്ഷമായ ഇന്ത്യയിൽ വന്ന് അള്ളായെ വിളിക്കുകയും അല്ലെങ്കിൽ
ക്രിസ്തുവിനെ വിളിക്കുകയും ചെയ്യുന്നവർക്ക് സംരക്ഷണം കൊടുക്കുകയും സംരക്ഷണത്തിനുപരി സംവരണം കൊടുക്കുകയും സംരക്ഷണം കൊടുക്കണം കേട്ടോ. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് സംവരണമല്ല കൊടുക്കേണ്ടത്, സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിനുപരി അവർക്ക് സംവരണം കൂടി കൊടുക്കുന്ന രീതിയോട് എനിക്ക് എതിർപ്പുണ്ട്. ഞാൻ സംവരണത്തിനെതിരാണ് അക്കാര്യത്തിൽ. അംബേദ്കർ വിഭാവനം ചെയ്ത് തന്നെ ഒരു പർട്ടിക്കുലർ എല്ലാവർക്കും സംവരണം നമ്മുടെ പൊതുസമൂഹത്തോട് വന്നു ചേരുന്നു. അതെ, അപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഇവിടെ ഹിന്ദു എന്ന വാക്കുപോലും ഉച്ചരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അവരതിന് കാരണമായി പറയുന്നത് സംഘപരിവാറാണെന്നാണ്. സംഘപരിവാർ അത്തരത്തിലുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സംഘപരിവാറുണ്ട്. കേരളത്തിൽ മാത്രമായി സംഘപരിവാറിന് പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല. ഇപ്പോൾ ബീഹാർ, ഗുജറാത്ത് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സംഘപരിവാറിന് ഒരു പ്രശ്നവുമില്ല. അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സഹവർത്തിത്വത്തോടെ പോകുന്നു. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലങ്ങളായ ഗോവ, മിസോറാം, മണിപ്പൂർ, അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. മണിപ്പൂരിലുണ്ടായ പ്രശ്നം BJP-യുമായി ബന്ധപ്പെട്ട സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഉണ്ടായ പ്രശ്നമല്ല. അത് അവിടുത്തെ ഗോത്രവർഗ വിഭാഗങ്ങളായ മെയ്റ്റീസും കുക്കീസും തമ്മിലുണ്ടായ പ്രശ്നമാണ്. അതിനെ പോലും BJP-യുടെ തലയിൽ വെച്ച് കിട്ടാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷെ കേരളത്തിൽ അതായത് ക്ഷേത്രത്തിൽ പോകുന്നത് ചോദ്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ആലോചിച്ച് നോക്കൂ. ഇന്ന് വേണു ബാലകൃഷ്ണൻ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അത് രസകരമായ മറ്റൊരു സംഭവം ഉണ്ട്, അതുകൂടി ഞാൻ പറയാം. ഈ വേണു ബാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നു സ്ത്രീകളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നു, ക്ഷേത്രത്തിൽ 3 നേരം ആഹാരം കിട്ടുന്നു, ആഹാരത്തിന് എവിടെ നിന്നാണ് ഈ പണം വരുന്നത്, അത് അന്വേഷിക്കണം എന്നൊക്കെയാണ് വേണു ബാലകൃഷ്ണന്റെ വാദം. ഞാൻ ഈ ശബരിമല സമരം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, അതുകൂടി പറഞ്ഞേക്കാം. ഞാൻ വിശ്വാസിയാണ്, ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പരമാവധി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പറ്റുന്ന എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല ഞാൻ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് വെച്ച് നാമം ചോദിക്കുകയും ചെയ്യുന്ന ആളാണ്. എനിക്കതിന് യാതൊരു നാണക്കേടുമില്ല. ഞാൻ പ്രാർത്ഥിക്കുകയും ഈശ്വര വിശ്വാസം പുലർത്തുകയും ഈശ്വര വിശ്വാസത്തിനനുസരിച്ച് എൻ്റെ ഈശ്വര വിശ്വാസം എന്നെ നവീകരിക്കുന്ന പ്രക്രിയയിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരാളെ ഉപദ്രവിക്കാൻ പോകാറില്ല, ഒരാളുടെയും പുറകെ നടന്ന് ആരെയും ശല്യം ചെയ്യാൻ പോകാറില്ല, ആരെക്കുറിച്ചും ഗോസിപ്പോ പ്രശ്നങ്ങളോ പറഞ്ഞ് ഉണ്ടാക്കാറില്ല. ഇതൊക്കെ എൻ്റെ ഈശ്വര വിശ്വാസത്തിന്റെ ഗുണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എന്നെ ഉപദ്രവിക്കുന്നവരെ പോലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ തിരിച്ചു ഉപദ്രവിക്കാൻ പോയിട്ടില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ചോദിക്കാൻ പോകാറില്ല. ഇതൊക്കെ എൻ്റെ വിശ്വാസത്തിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയതയാണ്. ആ ആത്മീയതയിൽ ഊന്നി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്. എനിക്ക് പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ വേണു ബാലകൃഷ്ണൻ പറഞ്ഞ 3 നേരം ആഹാരം എനിക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ. അദ്ദേഹം പറയുന്ന 3 നേരം അവിടെ രാവിലെയും വൈകിട്ടും രാത്രിയിലും ഒക്കെ കഴിക്കാനുള്ള ആഹാരം കിട്ടുന്നു എന്നുള്ളതാണ്. ഈ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണോ അതോ സ്വകാര്യ ക്ഷേത്രങ്ങളാണോ എന്ത് തന്നെയായാലും വല്ല ഭാഗവത സപ്താഹ യജ്ഞമോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ, ഭാഗവത, അതും അന്നദാനമാണ്. ആ അന്നദാനത്തിന് അവിടുത്തെ വിശ്വാസികൾ നൽകുന്ന പണമാണ്. ക്ഷേത്രങ്ങളുടെ സാമ്പത്തിക ഉച്ചഭക്ഷണമല്ല, അന്നദാനമാണ്. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം അകത്ത് ശ്രീകോവിൽ കൊണ്ടുപോയി പൂജിച്ച് അത് ദേവന്റെ പ്രസാദമായിട്ട് അതെ, ആരെങ്കിലും ചിലപ്പോ അന്നമൂട്ടാണ്, അത്രേ ഉള്ളൂ. അതെന്തായിരിക്കും നമ്മൾ ഈ കരുതുന്ന പോലെ എല്ലാം തികഞ്ഞ ഭക്ഷണവുമല്ല. ചിലപ്പോൾ ഒരു സാമ്പാറും എന്തെങ്കിലും ഒരു തോരനും ഒരു പുളിശ്ശേരി അല്ലെ ഒരു മോര് കറി ഒക്കെ, മോര്, പച്ചമോര് ഒക്കെ മാത്രമായിരിക്കും കിട്ടുന്നത്. നമ്മൾ പടച്ചോറ് തരുന്നത്, അതെ, അതിനകത്തൊന്നുമില്ല, അച്ചാറും പടച്ചോറും. അത് കിട്ടുന്നതാണ് ഇപ്പൊ വേണുഗോപാലകൃഷ്ണനെ പ്രകോപിപ്പിക്കുന്നതാണ്. 2, അദ്ദേഹം പറഞ്ഞ സ്ത്രീകളെല്ലാം പ്രായമാകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അത് വേണുഗോപാലകൃഷ്ണൻ ഒരു പക്ഷേ ആധ്യാത്മികതയെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും. വേണുഗോപാലകൃഷ്ണൻ ഇത്രയും പ്രായമായിട്ടോ ആധ്യാത്മികതയിലേക്ക് പോകാത്തത് കൊണ്ടുമായിരിക്കും അത്തരത്തിലൊരു വാദം അതെ അല്ലല്ല, അദ്ദേഹം ക്ഷേത്രമുള്ളിടത്തു നിന്ന് തന്നെ വന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. ശബരിമലയിൽ ഇദ്ദേഹം ശബരിമല സമരകാലത്ത് സ്ത്രീകളെ കയറ്റണം, വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ചർച്ച നടക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, മരുതൻകുഴി, അതായത് നമ്മുടെ ശാസ്തമംഗലം തൊട്ടടുത്ത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഞാൻ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്കറിയാവുന്ന 2 മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ അവർ കെട്ടു നിറയ്ക്കുകയാണ്. അപ്പം ഞാനിത് എനിക്ക് പരിചയമുള്ള മുഖമാണോ? ഓടിച്ചെന്ന് നോക്കുമ്പോൾ പുറകിൽ നിന്ന് കാണുമ്പോഴേ എനിക്ക് സംശയം, വീണ്ടും ഇത് വേണുഗോപാലകൃഷ്ണനും ഉണ്ണി ബാലകൃഷ്ണനുമാണോ എന്ന് സംശയം. പെട്ടെന്ന് ഞാൻ വീണ്ടും നോക്കിയപ്പോൾ ഇവർ 2 പേരും എന്നെ കണ്ടോടി വന്ന് വർത്താനം പറഞ്ഞു. 2 പേരും കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ എല്ലാ വർഷവും പോകും, ഈ വർഷവും പോവുകയാണെന്നാണ് അന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്ന് വരെ അത് ആരോടും പറഞ്ഞിട്ടില്ല, ഒന്നും ചർച്ചയാവാറില്ല. അദ്ദേഹം വിശ്വാസിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കാണിച്ച ബിഗ് ടിവിയിൽ കാണിച്ചൊരു കോപ്രായമുണ്ട്. എല്ലാവരും മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് വിഷുവിന് ആഘോഷങ്ങളുമായി നിൽക്കുന്ന സമയത്ത് പാൻറ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പാൻറ് ഇട്ടോട്ടെ, പാൻറ് ഇടുന്നതായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിന് നല്ലത്.
അതുകൊണ്ട് പാൻറ് ഇട്ടോട്ടെ. പാൻറ് ഇട്ട് നിൽക്കുന്ന അദ്ദേഹം വളരെ അകലം പാലിച്ച്, ആൾക്കാരിൽ നിന്ന് അകലം പാലിച്ച്, ഞാൻ ഈ നാട്ടുകാരുടെ അല്ല എന്ന മട്ടിൽ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് വിഷുവാഘോഷം നടക്കുമ്പോൾ. ഏതായാലും വേണുഗോപാലകൃഷ്ണന്റെ അജണ്ട എന്താണെന്ന് എനിക്കറിയില്ല. മീഡിയ വണ്ണിൽ പോയതിന് ശേഷമാണോ വേണുഗോപാലകൃഷ്ണൻ ഈ അജണ്ട ഉണ്ടായതെന്നും എനിക്കറിയില്ല. ഏതായാലും വേണുഗോപാലകൃഷ്ണൻ വിശ്വാസിയാണ്. പക്ഷേ നാട്ടിലുള്ളവരെ ബോധിപ്പിക്കുന്നത് ഞാൻ വിശ്വാസിയല്ല എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് വേണുഗോപാലകൃഷ്ണന്റെ പ്രശ്നം എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അല്ല, അത് മാധ്യമം, അതായത് താൻ പോയി ചെക്ക് ചെയ്യുന്ന മാനേജ്മെന്റ് ഏതാണോ അതിനനുസരിച്ച് തുള്ളുക. അപ്പൊ അതേ പഠിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അത് വേറെന്തോ കുഴപ്പമാണ്. ഉള്ളിൽ നിന്നുള്ളൊരു അതിനൊരു നല്ല മലയാളം വാക്കുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്റ്റൈൽ ബുക്കിംഗ് വാങ്ങിക്കും. അതെ, നിങ്ങളുടെ സ്റ്റൈൽ ബുക്കിംഗ് നിങ്ങൾ ആദ്യമേ ചോദിക്കും എന്താണ് അജണ്ട, എന്താണ് നയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു ഫലിപ്പിക്കും, താങ്കൾ പ്രവർത്തിക്കേണ്ടത് ഇന്ന നോംസ് കീഴ്വഴക്കങ്ങളൊക്കെ പാലിച്ചുണ്ടാകും. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇത്തരം കീഴ്വഴക്കങ്ങൾ പാലിച്ചു തന്നെ മുന്നോട്ട്. അത് ഏത് പണമാണ് പ്രധാനപ്പെട്ട കാര്യം. ചില മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത്. മീഡിയ വൺ ഉണ്ട് കേട്ടോ. മീഡിയ വൺ ഇതുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം മീഡിയ വണ്ണിനെ സംബന്ധിച്ച് അവരുടെ അക്ഷരങ്ങൾ, മാധ്യമം, പത്രം നോക്കണം. നല്ല മലയാളം അല്ല അവരെഴുതുന്നത്. അവരെഴുതുന്ന അറബിക് കൂടിയ അറബിക്. ഇപ്പൊ ഷെഫീക്ക് നമ്മൾ എഴുതുന്നതും അവരെഴുതുന്ന ഷായാണ് എഴുതുന്നത്, ഷെഫീക്ക്. അപ്പൊ അങ്ങനെ അവര് അക്ഷരങ്ങളിൽ പോലും അവർ വ്യത്യാസം കാണിക്കുന്നുണ്ട്. നമ്മള് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മീഡിയ വൺ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇനി മീഡിയ വൺ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ മീഡിയ വണ്ണിനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് മീഡിയ വണ്ണിലേക്ക് പോയ ജിമ്മി ജെയിംസിന്റെ ഒരു സ്വഭാവം കണ്ടില്ലേ? നരേന്ദ്രമോദിയെ ചാണകത്തലയൻ എന്ന് വിളിക്കുക. ഏത് തലയാണ് ജിമ്മിക്കുള്ളതെന്ന് അറിയില്ല. ജിമ്മി പണ്ട് കോട്ടയത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ ട്രെയിനി ആയിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത്, ജേർണലിസം പഠിക്കാൻ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് ജിമ്മി കോട്ടയത്തുണ്ട്. അന്ന് കോട്ടയത്ത് ജിമ്മി ഏഷ്യാനെറ്റിൻ്റെ ആണോ ഇന്ത്യ വിഷൻ, ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറായിരുന്നു തോന്നുന്നത്. ഇന്ത്യ വിഷൻ്റെ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും ഉണ്ടായിരുന്നു. ജിമ്മി എനിക്കറിയാം. അന്ന് ജിമ്മിയെക്കുറിച്ചൊരു വലിയ തമാശയും അവിടെ വലിയ പ്രശ്നം ഉണ്ടായതാണ്. അതായത് എരുമേലിയിൽ കൃഷ്ണപ്പരുന്ത്, അതിനിപ്പോൾ ജിമ്മി സ്വാഭാവികമായി പറഞ്ഞതാണോ അറിയാതെ പറഞ്ഞതാണോ, ഇനി സാധാരണഗതിയിൽ ഇനിയും ഉണ്ടാക്കി പറഞ്ഞാണ് ജിമ്മി ജെയിംസ് അറിയാമല്ലോ, അയാളുടെ വിശ്വാസമായിരിക്കും അയാൾക്ക് വലുത്. അതുകൊണ്ട് ഇനി ഹിന്ദുത്വത്തെ തള്ളിപ്പറയാൻ വേണ്ടി പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. അന്ന് എരുമേലിയിൽ കൃഷ്ണക്കാക്ക പറന്നു തുടങ്ങി എന്നാണ് ജിമ്മി ജെയിംസ് അന്ന് പറഞ്ഞത്. അന്ന് എല്ലാവരും കളിയാക്കുമായിരുന്നു, അവിടെ കൃഷ്ണക്കാക്ക പറന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യവും എരുമേലി പേട്ടതുള്ളൽ വരുന്ന സമയത്ത്, അവിടെ പേട്ടതുള്ളലും മറ്റേ ഇതൊക്കെ വരുന്ന സമയത്ത് ആ സമയത്ത് അപ്പൊ അത് കൃഷ്ണപ്പരുന്ത് ഇനി പകരം കൃഷ്ണക്കാക്ക എന്നാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ജിമ്മി ജെയിംസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ജേർണലിസ്റ്റ് ആണെന്ന് അഭിപ്രായം എനിക്കില്ല കേട്ടോ. ജിമ്മി ജെയിംസിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയുകയോ വിവരമുള്ള ജിമ്മി ജെയിംസ് ഒരുവിധം വിവരം ഏഷ്യാനെറ്റിലേക്ക് ഇരുന്നതാണ്. ഏഷ്യാനെറ്റ് ഇരുന്നു കാര്യമില്ല. ആ സമയത്ത് മാധ്യമങ്ങൾ കുറവായിരുന്നു. ജിമ്മി ജെയിംസ് ഒക്കെ ഏഷ്യാനെറ്റിലൊക്കെ ഈ പണ്ട് എന്താ സംഭവിക്കാന്നറിയാം, ഈ എല്ലാ സ്ഥാപനങ്ങളിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ഥാപനങ്ങളിലും പലതരത്തിലുള്ള പല കാറ്റഗറി ഓഫ് ജേർണലിസ്റ്റുകൾ കാണും. അപ്പോൾ ചിലപ്പോൾ ലൈറ്റായ വാർത്ത ചെയ്യാനുള്ള ജേർണലിസ്റ്റുകൾ കാണും. ജേർണലിസം നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ജേർണലിസ്റ്റുകൾ കാണും. സിനിമ ചെയ്യുന്ന ജേർണലിസ്റ്റ് കാണും. ലൈറ്റായി ചെറിയ ചെറിയ സോഫ്റ്റ് സ്റ്റോറീസ് ചെയ്യുന്ന ജേർണലിസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള ജേർണലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ജിമ്മിയൊക്കെ ഈ പറയപ്പെടുന്ന പോലെ വലിയൊരു പൊളിറ്റിക്കൽ റിപ്പോർട്ടറോ അല്ലെങ്കിൽ അവിടെ ഏഷ്യാനെറ്റിലും ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ഡെസ്കിലും ഒക്കെ ഒരുപാട് പേരുണ്ടെന്നേ, നമുക്കറിയാത്ത ഒരുപാട് ജേർണലിസ്റ്റുകൾ ഏഷ്യാനെറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഡെസ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്നും ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ, ഇപ്പോൾ ഇനി ഡെസ്കിലുള്ളവർ പോയിട്ട് ഇപ്പോഴത്തെ പറയപ്പെടുന്ന ആങ്കർമാർ, ഈ ആങ്കർമാരോട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയാൻ അറിയാത്ത പല ആങ്കർമാരെ എനിക്കറിയാം. അറിയാമെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കൽ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞപ്പോൾ അതാരാണെന്ന് ചോദിച്ച കേരളത്തിലെ ഏറ്റവും പ്രമുഖയായ ഒരു ആങ്കറിനെ എനിക്കറിയാം. ഞാൻ എന്തോ സംസാരിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോറിനെ കുറിച്ച് സംസാരിച്ചു. അതാരാണ് എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അത്രയ്ക്ക് ബോധമുള്ള ആങ്കർമാർ ഇവിടെ ഉണ്ട് എന്നുള്ളത്, പണ്ട് ബ്രാക്കറ്റിൽ എമ്മുള്ള CPI എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് CPM-ന്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആങ്കർമാർ ഇവിടെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ ആങ്കർമാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഭംഗിയായി രാഷ്ട്രീയം പറയാൻ അറിയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാൻ അറിയുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ സ്ഥാപനത്തിൻ്റെയൊക്കെ തലപ്പത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കാരണം എനിക്ക് എല്ലാവരെയും അറിയാം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് രണ്ടുപേർക്കും വഴങ്ങി കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ്. അപ്പോൾ പക്ഷേ പഠിച്ചതേ പാടുള്ളൂ എന്നാണ് നമ്മൾ. അതെ 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 അതെ, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നോട് പറഞ്ഞാൽ ഞാൻ പറ്റില്ല എന്ന് പറയും. ഒരിടത്ത് ചെന്ന് നില മറന്നിട്ട് ഇനി അടുത്ത ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഈ നിലപാട് മറന്ന് മറ്റൊരു നിലപാട് പറയാനായിട്ട് ഒരു വ്യക്തിക്ക് അതെങ്ങനെ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അതാണ്. അല്ല, ഞാൻ വളരെ ജൂനിയർ ആയിരുന്നപ്പോഴും എന്നോട് ഒരാളെ കേരളത്തിനെ അറിയപ്പെടുന്ന ഒരു സത്യസന്ധനായ ഓഫീസറെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ MV നികേഷ് കുമാറിനോട് സംസാരിച്ചു. ഇങ്ങനൊരു വാർത്തയുണ്ട്, എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഈ ഇൻഫർമേഷൻ കിട്ടിയ വഴി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് പറഞ്ഞത്. അപ്പോൾ വാർത്ത ജെനുവിനാണ്, 100% നല്ല ഓഫീസറാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് PC ജോർജിനെതിരെയുള്ളൊരു വാർത്തയായിരുന്നു. അപ്പോൾ എന്നോട് നമ്മൾ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ PC ജോർജ് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ശ്രീലേ പറഞ്ഞ ആളെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു.
അപ്പം ഞാൻ നികേഷ് കുമാറിനോട് നടക്കില്ല. എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള, എന്നോടത് പറയാൻ അത്രയും വിശ്വാസമുള്ള ഒരാളാണ്, ഒരു സോഴ്സാണ്. പ്രത്യേകിച്ച് അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ടത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അത് ചതിയാണ്. അപ്പം ഞാൻ കൃത്യമായി ഞാനന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ചെന്നിട്ട് ഒരു 1.5 വർഷമേ ആയിട്ടുള്ള അന്ന് റിപ്പോർട്ടർ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ആ സമയത്ത് ഞാൻ നികേഷ് കുമാറിനോട് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നികേഷ് കുമാർ അവിടെയാണ് വ്യത്യസ്തനാവും. നികേഷ് കുമാർ എന്നെ പിന്നീട് അല്ല ചെയ്തേ പറ്റൂ എന്ന് പറയുകയോ അത് വെച്ച് വൈരാഗ്യത്തോടെ എന്നോട് പെരുമാറുകയോ ചെയ്തിട്ടില്ല. അത് നികേഷ് കുമാറിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ ഞാൻ നിലപാട്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യണം എന്നോട് പറഞ്ഞിട്ടില്ല. അവിടെയാണ് അതാ പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പേ ചാടി അവർക്ക് വേണ്ടി കീഴടങ്ങുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനായാലും നികേഷ് കുമാറിനായാലും വേണുബാലകൃഷ്ണനായാലും നല്ല ശമ്പളമൊക്കെ കിട്ടി ജോലി ചെയ്യുന്നവരാ. 10,000, 20,000, 25,000 അല്ല വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും സ്വന്തം ഐഡന്റിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും വേണ്ടി ഇത് കഴിഞ്ഞിടയ്ക്ക് എന്തോ ഏതെങ്കിലും ഒരു നിയമം സീറ്റിനെ കുറിച്ച് വലിയ ആശങ്കയുള്ളതായി വേണു പറഞ്ഞിരുന്നു. നിരന്തരം വേണുവിന്റെ പ്രശ്നം, നിരന്തരം വേണു ഇങ്ങനെ വിശ്വാസത്തെയും ബി ജെ പിയെ കടന്നാക്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ അവർ ഡിഫെൻഡ് ചെയ്തു. പക്ഷെ വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും വിശ്വാസികളെയും, ഞാനും ഒരു വിശ്വാസി അതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ അത് ജനങ്ങളുടെ ഇടയിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ പലർക്കും. മാധ്യമപ്രവർത്തകരെ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും എടുത്തിട്ട് തല്ലുകയാണ്. അത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അതാണ്. നമ്മളെ അടിച്ചു നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരാൾ നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ വക്കീലന്മാരുമായിട്ടുണ്ടായിട്ട് ഇന്നും കോടതിക്കകത്ത് കയറാൻ എല്ലാവർക്കും പറ്റില്ല. വളരെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ. എന്നെ ഒന്നും പറയില്ല കേട്ടോ. ഞാൻ ഇവിടെ വഞ്ചൂർ കോടതിയിൽ പോകാറുണ്ട്. നമ്മുടെ ഭാഗത്ത് അതെ. അപ്പൊ അതും ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലുണ്ടായ തർക്കം നമുക്കറിയാം. കേരളത്തിലുള്ളതോളം വക്കീലന്മാരുടെ അടി വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇന്നും പലർക്കും കോടതിക്കകത്ത് കയറാൻ പറ്റില്ല എന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ എത്തിക്സ് കളയാതെ കുറച്ചെങ്കിലും. വേറൊരു കാര്യം ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ആദ്യമേ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആദ്യം ജോലിക്ക് കയറുമ്പോൾ ആദ്യം അയാളുടെ അന്നത്തെ കാലത്തെ മേധാവിമാർ പഠിപ്പിക്കുന്നത്, എന്നെയൊക്കെ നമ്മുടെ PRD കൃഷ്ണകുമാരൻ തമ്പി സാറൊക്കെ പറഞ്ഞത്, ക്രെഡിബിലിറ്റി കളയുന്നത്. എന്നോട് നീ ഒരു വാർത്ത ചെയ്ത് ആ വാർത്ത തെറ്റാണെന്ന് നിന്റെ ചാനലിലൂടെ അത് കാണുന്നവർക്ക് ബോധ്യപ്പെട്ടാൽ നീ അടുത്തൊരു വാർത്ത ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ, അപ്പൊ ഇതും ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, അത് എപ്പോഴും കൈമുതലേ ഉണ്ടായിരിക്കും. മറ്റ് ഈ ശമ്പളം, ഫ്ലാറ്റ്, ഇതൊക്കെ പിന്നീടാണ്. ഇങ്ങനെ ഫ്ലാറ്റും കാറൊക്കെ കൊടുത്തിട്ട് കൊച്ചി പോയി താമസിച്ച പല മാധ്യമപ്രവർത്തകരും തിരിച്ച് വീട്ടിലേക്ക് വന്നത് നമുക്കറിയാം. അപ്പോൾ ഇതിലൊന്നും വല്ല കാര്യം ഇരിക്കുന്നത്. ഒരു മാധ്യമപ്രവർത്തകന്റെ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു 2-3 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചർച്ചാ സമ്മേളനം അല്ലെങ്കിൽ ഒരു ഡയലോഗ്, ഒരു സംഘർഷം, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ അവരൊരു വ്യക്തിയല്ല, അവരൊരു തേർഡ് പാർട്ടി ആയിട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ അനുമാനങ്ങൾ, നിഗമനങ്ങൾ അതൊന്നും ഇപ്പൊ അങ്ങനെയല്ല. സ്വന്തം അനുമാനങ്ങളും നിഗമനങ്ങളുമാണ് വാർത്തകളായി വരുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടാണ് വളരെ അസ്വസ്ഥരായിട്ടോ. BJP വാർത്താ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വലിയ അസ്വസ്ഥരാണ്. അത് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് വട്ടിയൂർക്കാവിൽ സമരത്തിനിറങ്ങിയ വനിതാ കൗൺസിലർമാരെ പോലീസ് കടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇങ്ങനെ ചർച്ച ചെയ്ത് വരികയാണ്. അപ്പോൾ വനിതാ മാധ്യമ പ്രവർത്തകർ പലരും ഇരുന്ന് VV രാജേഷിനെ ചോദ്യം ചെയ്യുന്നത് വനിതകളല്ലേ കടിച്ചതെന്നാണ്. അതായത് BJP കടിച്ചതുകൊണ്ട് കുഴപ്പമില്ല, വനിതാ പോലീസുകാർക്ക് അവിടെ വരുന്ന ആൾക്കാരെ കടിക്കാം. അതായത് BJP-യോടുള്ള അന്ധമായ വിരോധം BJP-യോടുള്ള അന്ധമായ വിരോധം വെച്ചുകൊണ്ട് ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. സാധാരണഗതി ഞാൻ ഈ BJP-യുടെ സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, ഞാൻ BJP അനുഭാവിയായ ഒരാളാണ്, പക്ഷേ എങ്കിൽ പോലും ഞാൻ BJP-യുടെ സ്ഥലത്തോ BJP-ക്ക് അനുകൂലമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങൾ അനുകൂലമായിട്ട് ചോദ്യം ചോദിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളെ അല്ല. പക്ഷെ എനിക്കത് അവസാനം പറയേണ്ടി വന്നു. ഞാൻ ഈ കുട്ടികൾ ഈ ബഹളം വെക്കുന്നതിനോട് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ആരും കടിച്ചാലും അത് തെറ്റാണ്, പോലീസ് മാനുവൽ കടിയില്ല എന്ന് പറയാൻ അത്രയ്ക്ക് ഒരു വിവരവും ബോധവുമില്ല. എവിടെയെങ്കിലും കിട്ടുന്ന ക്യാപ്സൂളുകൾ ഈ വനിതാ പോലീസിനെ കടിച്ചെങ്കിൽ അതും ട്രെയിനിങ് ആണ്. അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത മാധ്യമപ്രവർത്തകർ എവിടെന്നെങ്കിലും ഏതെങ്കിലും ക്യാപ്സൂളുമായിട്ട് വന്നിട്ട് ചോദ്യം ചോദിക്കുകയും വലിയ വലിയ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുകയാണ്. സത്യത്തിൽ മാധ്യമപ്രവർത്തകരോട് എനിക്കൊന്ന് പറയാനുള്ളത്,
കുറച്ചു കാലം കൂടിയൊക്കെ ഈ മാധ്യമപ്രവർത്തനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യഥാർത്ഥം നമുക്ക് തന്നെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ക്രെഡിബിലിറ്റി ആവാം. ആ ക്രെഡിബിലിറ്റി, സ്വന്തം ക്രെഡിബിലിറ്റി പോകരുത് എന്നും ആത്മാഭിമാനത്തോടെ ജീവിക്കാനും ഒരു ജേർണലിസ്റ്റിന് കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഇതിനകത്തെ ഒരു വാദം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ അമ്മമാർ, അവർ നമ്മളെ ഗർഭപാത്രത്തിൽ ചുമന്ന് നമ്മൾ പ്രസവിച്ച് നമ്മളൊരു ഓർമ്മ വയ്ക്കുന്നത് വരെ നമ്മളൊന്നും അറിയുന്നില്ല. അച്ഛനും അമ്മയും ചേർന്ന് നമ്മളെ വളർത്തും, അല്ലേ? നമ്മളെ വളർത്തി പോറ്റി ഉള്ള ആഹാരം, അന്നൊക്കെയാണെങ്കിൽ ഉള്ള ആഹാരം, കപ്പയെങ്കിൽ കപ്പ അത് പുഴുങ്ങി തന്ന്, തേങ്ങ തിരുവിട്ട് തന്ന്, വല്ലപ്പോഴും മീൻകറി കിട്ടും, അങ്ങനെയൊക്കെ ജീവിച്ച് ഓലക്കുടില വളർന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ, എന്റെ മാത്രം കാര്യമല്ല, പലരും, എല്ലാ മക്കളും. അപ്പോൾ അമ്മമാരൊക്കെ ഒരു പ്രായമാകുമ്പോൾ അവർക്കൊരു മാനസികമായിട്ടൊരു സമാധാനം കൊടുക്കുകയാണ് മക്കൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അമ്മമാർ അമ്പലത്തിൽ പോകുമ്പോ എവിടെ പോകുന്നു രാവിലെ? അവർ അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ അവർക്ക് എവിടെയാണ് നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ചിന്താഗതിക്കും നമ്മുടെ സ്വഭാവത്തിനും ഒക്കെ മാറ്റം വരും. അത് ആധ്യാത്മികതയിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ അവരുടെ മക്കൾ, ഈ അമ്മമാരുടെ മക്കൾക്ക് ഇരുത്തം വന്ന് പക്വത വന്ന് മനസ്സൊക്കെ ഉറച്ച് ശരീരമൊക്കെ വലുതായി പ്രായമായി വരുന്തോറും അമ്മമാർക്ക് വീണ്ടും ആദിയാണ്. അപ്പോൾ ഈ നമ്മളെ തിരുത്തണമെങ്കിൽ അമ്മയുടെ പഴയ വിരട്ടിന് ഒന്നും നടക്കില്ല. അപ്പൊ ഈ അമ്മമാർക്ക് അമ്പലത്തിലൊക്കെ പോയി അവിടെ ആധ്യാത്മികമായ ഒരു മനസ്സുണ്ടാക്കി എടുത്തു വേണം ഈ മക്കളെ, അവർക്ക് ജീവിതകാലം മുഴുവൻ അവർക്ക് മക്കളെ നയിക്കണം. അമ്മ പറഞ്ഞാൽ മോൻ കേൾക്കണം. അതാണ് വേണു ചെയ്യേണ്ടത്. കാരണം അമ്മമാരും കുടുംബത്തിൽ അതാണ് അവര് അമ്പലത്തിൽ പോകട്ടെ, വെറുതെ ശല്യം ചെയ്യണ്ട. അവിടെ ചോറും കഞ്ഞിയൊന്നും എന്നും കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് കുറച്ച് കാശൊക്കെ അമ്മയ്ക്ക് കൊടുക്കണം, എന്നും കിട്ടുന്നു എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കരുത്. വല്ലപ്പോഴൊക്കെ അവരെ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ട് അവർക്ക് അവർ വേറെ ഒന്നും അവിടെ പോയി ഒരു ഹിന്ദുത്വം പ്രചരിപ്പിക്കാനോ ഹിന്ദുത്വം പഠിക്കാനോ ഒന്നും അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അമ്പലമായാലും പള്ളിയായാലും ഏത് ആരാധനാലയമായാലും. ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദുത്വ അജണ്ടയാണെന്ന് പറയുന്നവർ ഈ പ്രചരണത്തിന് ഇറങ്ങുന്ന സെമിറ്റിക് മതങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ്. ആരാണ് പ്രചരണം നടത്തുന്നത്? എവിടെ പോയി? ഈവൻ നടക്കാൻ പോകുന്ന മ്യൂസിയത്തിനകത്ത് പോലും നോട്ടീസുമായി പ്രചരണം നടത്തുന്ന ആരാണ്? ഏത് ഹിന്ദുവാണ് പ്രചരണത്തിന് പോകുന്നത്? ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും കൃത്യമായി, എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് ഈ ക്രൈസ്തവ ചിട്ടയോടെ കുർബാനയ്ക്ക് പോകുന്നത്. അവർ പോകരുതെന്ന് അവിടുത്തെ ഒന്ന് പറയട്ടെ, പറയുമോ? ഇല്ല. നിസ്കരിക്കരുതെന്ന് വേണുവിന്റെ മീഡിയ കൊണ്ടിരിക്കുന്ന ആ ചാനലിലെ അവിടുത്തെ ജീവനക്കാരുടെ ബിഗ് ടിവിയിലായതുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ സുജയ് പാർവതി ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. സുജയ്ക്ക് ഒരു പക്ഷെ പറയാനുള്ള ഒരു ആർജവം ഉണ്ടാവില്ല, കാരണം വേണു കുറച്ചുകൂടി സീനിയർ ആണ്, അതുകൊണ്ടായിരിക്കും. എന്തായാലും സുജയ ഇത് നല്ല രീതിയല്ല, മാധ്യമ പ്രവർത്തനം ഇതല്ല എന്ന് സുജയ കൂടി മനസ്സിലാക്കുക. പറയാനുള്ളത് പറയുക, അത് ഏത് കൊലക്കമ്പനാകുമ്പോൾ ആണെങ്കിലും പറയുമ്പോൾ അതിനെ തിരുത്തുക എന്നുള്ളതാണ്. അതെ 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 അത് പറയുമ്പോൾ തിരുത്തേണ്ട കാര്യം സുജയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷെ സുജയ തിരുത്തി പറയാനുള്ള ചർച്ചയാണെങ്കിൽ പറയാനുള്ളത് പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ ഇരിക്കരുത്. അതെ, അത്രേ ഉള്ളൂ.